ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഏത് പീരീഡിൽ പബ്ലിഷ് ചെയ്യും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇൻഫർമേഷനാണ് റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ കാത്തിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം എക്സാമുകളുണ്ട്. അതായത് RRB ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, അങ്ങനെ കുറേ എക്സാമുകളുടെ ഒരു നോട്ടിഫിക്കേഷൻ ഏത് പീരീഡിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ജൂനിയർ എഞ്ചിനീയർ, നമ്മൾ കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു ജൂനിയർ എഞ്ചിനീയറിൻ്റെ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ALPയുടെ ഡീറ്റെയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 01/2024 ആണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് February 19 ആണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ALPയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടെക്നീഷ്യനാണ്. ടെക്നീഷ്യനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ്. അതിൽ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറിൻ്റെയാണ്. ജൂനിയർ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. അപ്പം ഈ ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ജൂനിയർ എഞ്ചിനീയറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT, സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ പറയുന്ന 4 പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ആവുക. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എന്ന് പറഞ്ഞാൽ ക്വാളിഫൈങ് നേച്ചറാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം PSCയിൽ ലേറ്റസ്റ്റ് ആയിട്ട് പ്രിലിമിനറി, മെയിൻസ് അങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിൽ പ്രിലിമിനറി പാസ്സാവുന്ന നിശ്ചയ ശതമാനം ആൾക്കാരാണ് മെയിൻസ് എഴുതാൻ പോകുന്നത്. അതേ രീതി തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫൈങ് നേച്ചറാണ്. അപ്പോൾ ഈ ക്വാളിഫൈങ് ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBTയിൽ സെറ്റ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് അത് പാസ്സാവുന്നവരായിരിക്കും സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBTയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBTയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കാം. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ITI ഉണ്ട്, ITIയിൽ 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഈ പോസ്റ്റിൽ ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ജൂനിയർ എഞ്ചിനീയറിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഡിപ്ലോമ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിടെക് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇത് ആസ് പെർ ദ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഏജ് ലിമിറ്റാണ് ഇവിടെ പറയുന്നത്. 18 മുതൽ 33 വയസ്സ് വരെ. ഇപ്പം നമുക്കറിയാം ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെ ആയിരുന്നു. അത് പിന്നീട് 3 വയസ്സും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 18 മുതൽ 33 വയസ്സ് വരെ എന്നുള്ള രീതിയിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് 18 മുതൽ 33 വയസ്സ് വരെ. അപ്പോൾ ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, പ്രിൻറ്റിംഗ് ടെക്നോളജി. അപ്പം ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ, അതായത് ബിടെക് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലോ സിവിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലോട്ട്, അതായത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് ഇവർ പല എക്സാം ഗ്രൂപ്പ്, ഞാനിപ്പോൾ വായിച്ചത് എക്സാം ഗ്രൂപ്പുകളാണ്. എക്സാം ഗ്രൂപ്പുകൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എക്സാം, ഇപ്പം മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ള ഒരാൾക്ക് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞ എക്സാം ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അതുപോലെ ഓട്ടോമൊബൈൽ ആണ് നിങ്ങളുടെ ഡിപ്ലോമ എങ്കിൽ നിങ്ങൾ വരുന്നത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം ALPയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് A1 സ്റ്റാൻഡേർഡാണ്. നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പാടില്ല, ലാസിക് സർജറി പോലുള്ള സർജറികളൊന്നും ചെയ്യാൻ പാടില്ല. അത് മാൻഡേറ്ററി ആയിട്ടാണ് അവർ ആ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഇവിടെ വരുന്ന ജൂനിയർ എഞ്ചിനീയറിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 മുതൽ C1 വരെയുള്ള സ്റ്റാൻഡേർഡാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ബേസിക്കായിട്ട് പറയുന്നു A3 മുതൽ C1 വരെയാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം.
CBT 1 CBT 2 രണ്ട് ടയറുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ മാത്തമാറ്റിക്സ് 30 മാർക്കിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 25 മാർക്കിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ജനറൽ അവയർനെസ്സിൽ നിന്നും 15 മാർക്കിലുള്ള ചോദ്യം ഉണ്ടാവും. ജനറൽ സയൻസിൽ നിന്നും 30 മാർക്കിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനുള്ള ഒരു എക്സാമാണ് CBT 1 എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ്. അപ്പം ഇതിൽ ഈ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇതിലൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അതും കൃത്യമായിട്ട് RRBയുടെ നോട്ടിഫിക്കേഷൻ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നൊരു വീഡിയോ വരും ദിവസങ്ങളുണ്ടാവും. ഞാൻ ഇപ്പം ജസ്റ്റ് സബ്ജക്റ്റുകൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, CBT 2 വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, basics of computer and applications, basics of environment and pollution control, ടെക്നിക്കൽ എബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് CBT 2 വരുന്നത്. ഇത് ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ബാക്കിയുള്ളിടത്തെല്ലാം 50 മാർക്കിന്, അതായത് ടെക്നിക്കൽ എബിലിറ്റീസ് കൂടാതെ ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്നും 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് CBT 2 ഉണ്ടാവുക. അപ്പോൾ ടെക്നിക്കൽ എബിലിറ്റീസിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. ഈ പറയുന്ന ജനറൽ അവയർനെസ്സും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് CBT 1 നിന്ന് കിട്ടും. പിന്നെ അത് കൂടാതെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബേസിക് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഈ പറയുന്ന 2 ടോപ്പിക്സിനാണ് പിന്നീട് നിങ്ങൾ CBT 2 പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ CBT 1 CBT 2 ഒരുമിച്ചുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം CBT 1 എക്സാമിന് ശേഷം ഒരു 3 മാസം അല്ല 4 മാസം ശേഷം തന്നെ CBT 2 എക്സാം വരും. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. സോ നിങ്ങൾ CBT 1 CBT 2 വേണ്ടി കമ്പൈൻഡ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന്. കാരണം നമുക്കറിയാം സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു നോട്ടീസ് വന്നപ്പം 2025 വരെ അവരുടെ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടൊരു നോട്ടീസൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ആശങ്ക വന്നു, ഇനി ഈ നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ പുറത്തുവിട്ട ഈ നോട്ടീസ്. അപ്പം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾക്കിടയിലായിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ CBT 1 CBT 2 കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു മാർക്ക് നേടാനായിട്ട് നിങ്ങളെ സഹായിക്കുക. ഏണസ്റ്റ് അക്കാദമിയിൽ RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ബാച്ച് അവൈലബിൾ ആണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനിയും എക്സാം വരെയും നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചറായിട്ടുള്ളതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാദമി ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും RRB ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.